അപ്പൊ ഈ സംവാദമൊന്നും വേണ്ട, അതൊക്കെ നിങ്ങൾ വേറെ ആൾക്കാരുടെ അടുത്ത് മതി, എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യം നിങ്ങൾ കാണിക്കുക. സംവാദമാണെങ്കിൽ വെളിയിറങ്ങിക്കുക, നമുക്ക് നോക്കാം. സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്നുള്ളത് മലപ്പുറത്ത് പോയി ചോദിക്കണം. ഏത് കാര്യത്തിലാണ് പരാതി പോയിട്ടുള്ളത്? പറഞ്ഞോ, നിങ്ങൾ ഏത് കാര്യമെന്ന് പറഞ്ഞോ, നിങ്ങൾ പറഞ്ഞോ. അല്ല, ഞാൻ പറഞ്ഞ ചില കാര്യങ്ങളിൽ പരാതി പോകുന്നതാണല്ലോ പറഞ്ഞേ. കാര്യങ്ങളിൽ കുറെ കാര്യമുണ്ട്, പറഞ്ഞോളൂ. വർഗീയ എന്താണ് വർഗീയ പരാമർശം നടത്തിയത്? വർഗീയ പരാമർശം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? വർഗീയ പരാമർശം എന്ന് പറഞ്ഞാൽ അത് വേറൊരു മതവിഭാഗത്തെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ പറയണം, അത് വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനെതിരായി പറയണം. അതാണ്. ഒരു മിനിറ്റ്, നിങ്ങൾ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയട്ടെ. ഞാൻ ചോദിക്കട്ടെ. തെരഞ്ഞെടുപ്പിൽ മതം പറഞ്ഞ് വോട്ട് ചോദിക്കുന്നവരാണല്ലോ മതേതരത്വത്തിന്റെ കുപ്പായി ഇട്ടിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോട്ടക്കൽ ചെയർപേഴ്സണായിട്ടുള്ള മുസ്ലിം ലീഗിന്റെ വനിത പറഞ്ഞത് ഇന്ന് പത്രമാധ്യമങ്ങളിലുണ്ട്. ഞാൻ പറഞ്ഞതിന് എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ എനിക്ക് ഉത്തരം പറയാൻ സമയം തന്നാലേ ഞാൻ പറയുള്ളൂ. ജസ്റ്റ് വെയിറ്റ്. ന്യൂനപക്ഷത്തിന്റെ സ്വത്വമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ പറഞ്ഞത് ഞങ്ങളുടെ മതമാണെന്ന്. ഷാജി പറഞ്ഞത് മതമാണ് മുഖമുദ്ര. മതം മാത്രമാണ് മുഖമുദ്ര. അടുത്ത 10 വർഷം കഴിഞ്ഞ 10 വർഷം ഞങ്ങളുടെ സമുദായത്തിന് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കാനാണ് ഞങ്ങൾ മത്സരിക്കുന്നത്. ആർക്കും പരാതിയില്ലല്ലോ, അത് വർഗീയ പരാമർശമല്ലല്ലോ. ഇനി എന്റെ പോയിന്റിലേക്ക് ഞാൻ വരാം. എന്റെ പോയിന്റിൽ നിങ്ങൾ ചോദ്യം ചെയ്യാനുള്ള അവകാശം നിങ്ങൾക്ക്, ഉത്തരം പറയാനുള്ള അവകാശം എനിക്ക്. നിങ്ങൾ സമാധാനപ്പെട്ടിരിക്കുക. ഞാൻ അങ്ങോട്ട് പറയട്ടെ. ഞാൻ പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയണത് കേൾക്ക്. ഇനി നിങ്ങൾ സംസാരിച്ചാൽ ഞാൻ ഈ പരിപാടി നിർത്തും. ഞാൻ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ സംസാരിക്കാൻ സമയം എന്താ? ഇത് വാക്കുകൾക്കല്ലല്ലോ. നിങ്ങൾ ചോദ്യം ചോദിക്കല്ലേ. ചോദ്യം ചോദിച്ചാൽ പിന്നെ ഉണ്ടായിരിക്കും. സാമാന്യ മര്യാദ കാണിക്കുക. പത്രസമ്മേളനം കൊല്ലം കുറേ ഞാൻ നടത്താൻ തുടങ്ങിയിട്ട്. അപ്പൊ ഈ സംവാദമൊന്നും വേണ്ട, അതൊക്കെ നിങ്ങൾ വേറെ ആൾക്കാരുടെ അടുത്ത് മതി, എൻ്റെ അടുത്ത് വേണ്ട. ഞാൻ പറയുന്നത് കേൾക്കാനുള്ള താല്പര്യം നിങ്ങൾ കാണിക്കുക. സംവാദമാണെങ്കിൽ വെളിയിറങ്ങിക്കുക, നമുക്ക് നോക്കാം. അപ്പൊ പിന്നെ ഉണ്ടായിരിക്കും. ഞാൻ സംസാരിക്കട്ടെ. ഒരു കാര്യം നിങ്ങൾ രണ്ടുപേരും ചോദിക്കുക. എനിക്ക് നിങ്ങൾ ഉത്തരം പറയാൻ സമയം തരുമ്പോൾ ഞാൻ പറയാം. ഞാൻ സംസാരിച്ചിട്ടുള്ളത് ഈ നാട്ടിലെ ഓരോ വീടുകളിൽ കയറുമ്പോൾ ഈ നാട്ടിലെ ആളുകൾ എന്നോട് ചൂണ്ടിക്കാണിച്ച കാര്യം, എന്നോട് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നു. അത് വർഗീയമല്ല, അതൊരു മതത്തിനെതിരല്ല, അതൊരു മതപരമായിട്ടുള്ള ഏതെങ്കിലും കാര്യം ഉന്നയിച്ചിട്ടല്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ചോദ്യം ഇത് തന്നെയാണ്. ഈ ചോദ്യം ഞാൻ വീണ്ടും ഊന്നി പറയുന്നു. മാറ്റമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പരാതി കൊടുക്കുകയോ എനിക്കെതിരായിട്ട് നിങ്ങൾ വാർത്ത കൊടുക്കുകയോ ഞാൻ വർഗീയത പറഞ്ഞു എന്നോ നിങ്ങൾക്ക് പറയൂ, എന്ത് വേണം ചെയ്യാം. പക്ഷെ ഞാൻ ഊന്നി പറയുന്നു, എന്തുകൊണ്ട് 50 വർഷമായിട്ട് 1980 ശേഷം 50 വർഷമായിട്ട് എന്തുകൊണ്ട് ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ ഇടതുപക്ഷവും വലതുപക്ഷവും നിർത്തുന്നില്ല? ഇവിടെ എന്തുകൊണ്ട് നിർത്തുന്നില്ല? ഇതാണ് എൻ്റെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. ബൽറാമിനെ നാട് കടത്തി. ബേബി ജോൺ മാഷ്ക്ക് ഇവിടെ കൊടുത്തിട്ടില്ല, വത്സരാജിനെ കൊടുക്കുന്നില്ല, ഗീതാഗോപിക്ക് കൊടുക്കുന്നില്ല, കൃഷ്ണദാസിന് കൊടുക്കുന്നില്ല. ഇത് ഈ നാട്ടിലെ ഹിന്ദു സമൂഹത്തിന്റെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ ഉന്നയിക്കും സാർ. അത് എൻ്റെ ഇഷ്ടം. നിങ്ങൾ തെരഞ്ഞെടുപ്പ് എല്ലാ കാര്യവും ചോദിക്കേണ്ടത് തെരഞ്ഞെടുപ്പ് സമയത്താണ്. തെരഞ്ഞെടുപ്പ് സമയത്ത് ശബരിമല ചോദിക്കുന്നില്ലേ? കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും ശബരിമലയെ കുറിച്ച് പറയുന്നില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ആലപ്പുഴയിലെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ശബരിമല അയ്യപ്പനെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് തെരുവിൽ വോട്ട് ചോദിച്ചത്. ഞാനാണ് ആ കാര്യം ഉയർത്തിക്കൊണ്ടുവന്നത്. ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷത്തിന്റെ ആരിഫ് നിഷേധിക്കാൻ പറ്റുമോ? ഇനി ഞാൻ ഒരു കാര്യം കൂടെ ചോദിക്കാം. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ കരുണാകരൻ. അദ്ദേഹം തൃശ്ശൂരിൽ ഒരു കളക്ടറെ വെക്കണം എന്നൊന്നും നിങ്ങൾ പത്രക്കാർ ഇവിടെ ഇല്ല. നിങ്ങളില്ല, ഞങ്ങളൊക്കെ ഉണ്ട് ഈ നാട്ടിൽ. ഇവിടുത്തെ പഴയ പത്രക്കാരോട് ചോദിക്കേ. ഈ ഗുരുവായൂർ എല്ലാ മാസം 1-ാം തീയതി തൊഴാൻ വരുന്ന കരുണാകരൻ തൃശ്ശൂർ കളക്ടറെ വെച്ച സമയത്ത്
അദ്ദേഹം പറഞ്ഞു ഹിന്ദു കളക്ടറെ വെക്കണം. അതെന്തിനാ പറഞ്ഞത്? വർഗീയ പരാമർശം മുഖ്യമന്ത്രിയുടെ. കെ കരുണാകരൻ ചോദിച്ചു നോക്ക് നിങ്ങൾ. ഞാൻ പറഞ്ഞതിൽ നിഷേധിക്കണമെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും പത്രക്കാരോട് ചോദിക്കുക. അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറയുന്ന സമയത്ത് ഞാനുണ്ടവിടെ. ഞാൻ വേറൊരു കാര്യത്തിൽ അദ്ദേഹത്തെ കാണാൻ പോയതാ. അദ്ദേഹം പറഞ്ഞു ഹിന്ദു കളക്ടർ വേണം. മുഖ്യമന്ത്രിയെ പറയുന്നത് ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥി മാത്രമാണ്. കെ കരുണാകരൻ പറഞ്ഞ് എന്നാൽ കെ കരുണാകരനോട് ഇത് വർഗീയതയാണ് നിങ്ങൾ പറയാൻ പാടില്ല എന്ന് പറയുന്നില്ലേ മുഖ്യമന്ത്രിയോട്? അപ്പൊ ചോദിച്ചൊരു പത്രക്കാരൻ, എന്താ സാർ അങ്ങനെ പറയുന്നത്? ഗുരുവായൂർ ക്ഷേത്രം നിലനിൽക്കുന്നതാ, ഇരിഞ്ഞാലക്കുട ക്ഷേത്രം നിലനിൽക്കുന്നതാ, കൊടുങ്ങല്ലൂർ ക്ഷേത്രം നിലനിൽക്കുന്നതാ, ഗുരുവായൂർ അമ്പലത്തിൽ എല്ലാ 1-ാം മാസവും ഞാൻ തൊഴാൻ വരുന്നതാ. അതുകൊണ്ട് ഇവിടെ ഒരു ഹിന്ദു കളക്ടറെ പറ്റൂ പറഞ്ഞത് മുഖ്യമന്ത്രിയാ. ബി ഗോപാലകൃഷ്ണൻ ഈ പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഉണ്ടായില്ല? എന്തുകൊണ്ടൊരു ഹിന്ദു സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്നുള്ളത് മലപ്പുറത്ത് പോയി ചോദിക്കണം. എന്നോടല്ല ചോദിക്കണ്ടേ. എന്തേ മലപ്പുറത്ത് ഹിന്ദുക്കളില്ലേ? എന്താ ഒരു ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയേ. അത് പോയി മലപ്പുറത്ത് ചോദിക്കുക. സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് മതം നോക്കിയിട്ടാണെന്ന്. അവിടെ ഹിന്ദുക്കളില്ലേ? എന്തേ ഒരു മറ്റേ സ്ഥാനാർത്ഥി ഇല്ലാത്തത്? ഞാൻ വീണ്ടും ഞാനിപ്പോഴും പറയുന്നേ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാം, ഗോപാലകൃഷ്ണൻ പറയാൻ പാടില്ല. എന്തേ ഇവിടുന്ന് ബലറാമിനെ തൃത്താലയ്ക്ക് വിടുന്നത്? നിങ്ങൾ അതിന് ഉത്തരം പറ. ഞാൻ പോയി ചോദിച്ചതാണെന്ന് എൻ്റെ വേണ്ടപ്പെട്ട ഈ ബലറാമും ഞാൻ നമ്മളെ ബന്ധം എന്താ അറിയോ നിങ്ങൾക്ക്? അയാൾ ശ്രീകൃഷ്ണ കോളേജിൽ പഠിക്കുമ്പോൾ KSUക്കാരനായിരുന്നു. ഇതേ ശ്രീകൃഷ്ണ കോളേജിൽ ഒരു സമരം ഉണ്ടായിരുന്നു. ഇന്നത്തെ വലതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഇവിടുത്തെ സ്ഥാനാർത്ഥി, ഇവിടുത്തെ സ്ഥാനാർത്ഥി CH റഷീദ്. ഈ CH റഷീദും ഈ ഗോപാലകൃഷ്ണനും ഒരു കൈ പിടിച്ചുകൊണ്ടാണ് സമരം നടത്തിയത്. ചോദിച്ചു നോക്ക് ഇവിടുത്തെ പത്രക്കാരോട് ചോദിക്കുക. അന്നത്തെ ജില്ലാ കളക്ടർ വന്ന് ഇവിടെ സമരം ഒത്തുതീർപ്പാൻ വന്നപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരേപോലെ കൈ പിടിച്ചുകൊണ്ടാണ് ആ സമരം നടത്തിയത്. നിങ്ങൾ അന്വേഷിക്കുക നിങ്ങൾ. റഷീദിനോട് ചോദിക്കുക ശരിയാണോ എന്ന്. റഷീദ് എന്നെ വിളിച്ചു കൊണ്ടിട്ടാണ് അന്നത്തെ മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയത് സംസാരിക്കാൻ. ഞങ്ങൾ എന്തു പറയുമ്പോഴും വർഗീയ പരാമർശം. എന്ത് വർഗീയ പരാമർശം? വർഗീയത എന്ന് പറഞ്ഞ ഒരു മതത്തിനെതിരായിട്ടാണ് സാർ. ഞാൻ ഒരു മതത്തിനെതിരായിട്ടല്ല പറയുന്നത്. എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഉണ്ടായില്ല, എന്തുകൊണ്ടൊരു ഹിന്ദു സ്ഥാനാർത്ഥി ഉണ്ടായില്ല എന്നാ ചോദ്യം. അത് മതവിരുദ്ധമാവണം എങ്ങനെ? വെരി കറക്റ്റ്. നല്ല ചോദ്യം. അത് ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കട്ടോ, എന്നോടല്ല ചോദിക്കണ്ടേ. ഒരു ഹിന്ദു MLAയുടെ ആവശ്യം എന്താ? ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു മലപ്പുറത്ത് പോയി ചോദിക്കാൻ. ആ ചോദ്യത്തിന് ഉത്തരം മലപ്പുറത്ത് ചോദിക്കണമെന്ന് ഞങ്ങളോട് പറഞ്ഞു. അത് അവിടെ പോയി ചോദിക്ക്, ഇതേ ചാനല് അവിടെ പോയി ചോദിക്ക്. അപ്പൊ അവർ ഉത്തരം പറയും. അതിന്റെ പേര് തന്നെ മതമല്ലേ സാർ? അതിന്റെ പേര് തന്നെ മതമല്ലേ? അതിന്റെ കൊടിയുടെ മതമല്ലേ? അതിന്റെ കൊടിയുടെ നിറത്തിലുള്ള ചിഹ്നം മതമല്ലേ? മതം മാത്രമായതിനെ മതേതരത്വം എന്ന് പറയാം, മതേതരത്വം മാത്രമായതിനെ മതം എന്ന് പറയുന്ന വിരോധാഭാസമാണ് ഇവിടെയുള്ളത്. സത്യം ചൂണ്ടിക്കാണിക്കും വർഗീയത കാണിക്കുന്നവര് മതേതരത്വവാദികൾ തുറന്നു പറയും. അതിന്റെ പേരിൽ ആര് പരാതി കൊടുത്താലും, അതിന്റെ പേരിൽ ആരെതിർത്താലും ശരി, ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും.